പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായിട്ട് ചിലവഴിക്കുന്ന മനുഷ്യർ, അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചും അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സങ്കല്പിക്കാൻ സാധിക്കാത്തത്ര വിശാലമായ പ്രതിഫലങ്ങളുടെ കൂമ്പാരത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ കുറേ ഉപമകളിലൂടെ നമ്മൾ പഠിച്ചത്. എന്നാൽ സത്യനിഷേധികളായ അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന സത്യനിഷേധികളായ ആളുകൾ ധനം ചെലവഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ സംശയം നമ്മുടെ പാരൻസിനോടും നമ്മുടെ അധ്യാപകരോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടാകും. എന്താണ് അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്നറിയാൻ നമുക്ക് ചിലപ്പോൾ ആകാംക്ഷ ഉണ്ടായിരുന്നിട്ടേക്കും. ഇതിനെക്കുറിച്ച് സൂറത്ത് ആൽ ഇംറാനിലെ 117-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗമിൻ ളലമൂ അൻഫുസഹും ഫഅഹ്ലകത് وما ظلمهم الله ولكن أنفسهم يظلمون. ഐഹിക ജീവിതത്തിൽ അവർ ചിലവഴിക്കുന്നതിൻ്റെ ഉപമ അതിശൈത്യമുള്ള ഒരു കാറ്റിൻ്റേതാകുന്നു. അത് തങ്ങളിൽ തന്നെ അതിക്രമം പ്രവർത്തിച്ച ജനത്തിൻ്റെ കൃഷിയിടത്തെ ബാധിക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു അവരെ ദ്രോഹിച്ചിട്ടില്ല, പിന്നെയോ അവർ തന്നെയാണ് അവരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് പറയുന്നതിന് മുമ്പ് 116-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നുണ്ട്, സത്യനിഷേധികൾക്ക് അവരുടെ ധനമോ അവരുടെ സന്താനമോ ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ലൻ തുഅനിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈഅ. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കേണ്ട, കാരണം അവർ സത്യനിഷേധികളായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്വർഗത്തെ സ്വപ്നം കണ്ടല്ല അവർ പണിയെടുത്തതും പ്രവർത്തിച്ചതും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ധനമോ അവരുടെ സമ്പത്തോ സന്താനമോ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ്. ഇവിടെയാണ് പടച്ചോൻ പറയുന്നത്, അവരുടെ ഉപമ, അവർ ചിലവഴിക്കുന്നതിൻ്റെ ഉപമ അത് ഒരു കൃഷിയിടത്തെ ബാധിച്ച ഒരു കാറ്റ് പോലെയാകുന്നു. കാരണം നമുക്കറിയാം, ഒരു കൃഷി അത് കൃത്യമായിട്ട് അത് വിളവ് തരണമെങ്കിൽ അതിന് വായു സഞ്ചാരം ആവശ്യമുണ്ട്, അല്ലേ? പ്രകാശം ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്, അതിന് വെള്ളവും വളവും ലഭിക്കണം. അങ്ങനെ വളർന്ന ചെടിയിൽ നിന്നാണ് കായ്ഫലങ്ങൾ ലഭിക്കുക, അതാണ് നമുക്ക് വിളവ് തരിക. ഇനിയോ കാറ്റ് നമുക്ക് ആവശ്യമുണ്ട്, വായു നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ അതിനെ ബാധിക്കുന്നത് ഒരു അതിശൈത്യമുള്ള ഒരു കാറ്റാണെങ്കിലോ? അങ്ങനെ ആ കൃഷിയെ മുഴുവൻ അത് നശിപ്പിച്ച് കളഞ്ഞാൽ അവർക്ക് വിളവായിട്ടൊന്നും ലഭിക്കില്ല. നമ്മൾ പ്രളയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്ത മനുഷ്യരുടെ കൃഷി ഒന്നടങ്കം വെള്ളം കൊണ്ടുപോയ ധാരാളം ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കുറേ കാലത്ത് അവരുടെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു അത്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് പിന്നെ സംഭവിക്കുക? അവരുടെ സ്വപ്നം ഇല്ലാതായി പോകുന്നു, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. അവരുടെ ഭാവിയിലേക്ക് അവരുടെ വലിയൊരു അസറ്റായിരുന്നു അത്, അവരുടെ പ്രതീക്ഷയായിരുന്നു, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷയൊക്കെയും തളർത്തിക്കൊണ്ട് തകർത്തുകൊണ്ട് ഒരു പ്രളയം, അല്ലെങ്കിൽ ധാരാളം വലിയൊരു മഴ, അല്ലെങ്കിൽ ഉഷ്ണക്കാറ്റ്, അല്ലെങ്കിൽ വല്ലാത്ത ചൂട് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടല്ലേ? കഠിനമായ ചൂട് കാരണം ചെടികളൊക്കെയും ഉണങ്ങിപ്പോയി. ഇപ്രാവശ്യം വിളവെടുപ്പ് നടന്നില്ല, വിളവെടുത്തില്ല. അല്ലെങ്കിൽ ശക്തമായ കാറ്റുകൊണ്ട് വാഴകളൊക്കെയും കടപുഴകി വീണു. അങ്ങനെ മൂത്തുപഴുക്കാറായ കുലകൾ ചെറുപ്രായത്തിൽ തന്നെ മണ്ണടിഞ്ഞു പോയി. അങ്ങനെ കൃഷി ഒന്നാകെ നഷ്ടപ്പെട്ടു, നശിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കാറുണ്ട്. അഥവാ ഒരു വിളവെടുപ്പ് ഒരു കൃഷി താൻ വിത്തിട്ട് കൃഷിയാവുന്നത് കൃത്യമായിട്ട് നമുക്ക് വിളവ് ലഭിക്കണമെങ്കിൽ അതിന് എന്താണോ കൊടുക്കേണ്ടത് അത് കൃത്യമായ അളവിൽ കിട്ടിയിരിക്കണം. എന്താണോ കൊടുക്കേണ്ടാത്തത് അത് കിട്ടാനും പാടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അവർ ചിലവഴിച്ചത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല. അവർ ചിലവഴിച്ചത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു. പക്ഷേ അതൊന്നുകിൽ ആ മനുഷ്യർ സന്തോഷിക്കാൻ,
അവർ സന്തോഷിച്ചു, അതോടുകൂടി അവർക്ക് പ്രതിഫലം കിട്ടി. അവരെന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു. അല്ലെങ്കിൽ വേറെ ഏതൊരു സംഘടന വളരാൻ വേണ്ടിയാണ് അത് അവർ ചെയ്തത്. ഓക്കെ, ആ സംഘടന വളർന്നു. അതല്ല എങ്കിൽ അവർ അത് ചിലവഴിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയും തന്നെ പുകഴ്ത്താനും വേണ്ടിയാണ്. അതും സംഭവിച്ചു കഴിഞ്ഞു. എങ്കിൽ അവൻ എന്തിനു വേണ്ടിയാണോ ചിലവഴിച്ചത് അതവന് കിട്ടി. അതല്ല എങ്കിൽ സ്വന്തം ഒരു മനസ്സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്, ഒരു മനസ്സുഖത്തിന്, തൻ്റെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടി, എങ്കിൽ ആ മനുഷ്യന് ആ ചിലവഴിക്കുന്നതിലൂടെ സന്തോഷം കിട്ടിയെങ്കിൽ ആ പ്രതിഫലം അവന് ഇഹലോകത്ത് വെച്ച് തന്നെ കിട്ടി എന്നർത്ഥം. ഇവിടെയാണ് പടച്ചോൻ പറയുന്നത്, നിങ്ങൾ ചിലവഴിച്ചത് അള്ളാഹുവിൻ്റെ പ്രതീക്ഷ ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹു നിങ്ങൾക്ക് നൽകും. പക്ഷേ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ള പണം എന്നാണ് അള്ളാഹു ധനത്തിനെ കുറിച്ച് പറയുന്നത്. സക്കാത്തിനെ കുറിച്ച് പറയുന്നിടത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക, അത് നിങ്ങളുടെ പണമല്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ധനം അത് എൻ്റെതല്ല, മറിച്ച് അള്ളാഹു എനിക്ക് നൽകിയതാണ്. ഇനി അതെൻ്റെ ഇഷ്ടത്തിന് ചിലവഴിക്കാനും സാധിക്കില്ല. അള്ളാഹു പറയുന്നത് പ്രകാരമാണ് അതെനിക്ക് ചിലവഴിക്കാൻ സാധിക്കുക. ആരാണോ എനിക്കത് തന്നത് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ആൾ പറയുന്നതനുസരിച്ചിട്ടാണ് ഞാനത് ചിലവഴിക്കേണ്ടത്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് അല്ലേ, ഒരു ഉടമ അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ നിന്നും കൃത്യമായ ഒരു പണം അടിമക്ക് നൽകുന്നു. പക്ഷെ ആ അടിമ എന്നിട്ട് പറയുകയാണ്, ആ യജമാനനല്ല എനിക്ക് നൽകിയത്, ഇന്ന യജമാനന്മാരാണ് അല്ലെ, വ്യത്യസ്ത ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇന്ന ദൈവങ്ങളാണ് എനിക്കത് നൽകിയത്. ഇനി ഞാൻ ചെലവഴിക്കുക ആരാണോ എനിക്ക് തന്നത് ആ യജമാനൻ പറയുന്നതനുസരിച്ചിട്ടല്ല, മറിച്ച് എനിക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് പോലെ, നാട്ടിലുള്ള എൻ്റെ നേതാക്കൾ പറയുന്നത് പോലെ, നാട്ടിലുള്ള പാർട്ടി ലീഡേഴ്സ് പറയുന്നത് പോലെ, നാട്ടിലുള്ള ഇന്ന സംഘടനയുടെ നേതാവ് പറയുന്നത് പോലെ അവരുടെ സന്തോഷത്തിന് ഞാനത് ചെലവഴിക്കും എന്നതാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ക്രിമിനലാവുകയാണ് ചെയ്യുന്നത്. കാരണം ആരാണോ തന്നത് ആ ആളെ മറക്കുകയും ആ ആളിൻ്റെ അധികാരത്തിൽ പലരെയും കൂട്ടുചേർക്കുകയുമാണ് ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് പടച്ചോൻ പറയുന്നത്, അവർക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാകുന്ന സമയത്ത് ഒന്നും കാണാൻ സാധിക്കുകയില്ല. ഇവിടെ പടച്ചോൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവർ അവരോട് തന്നെയാണ് അതിക്രമം കാണിച്ചിരിക്കുന്നത്, അള്ളാഹു അവരെ ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും, അള്ളാഹു എത്രമാത്രമാണ് അവരെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്, എന്തിനാണ് അവരോട് കാരുണ്യമില്ലാതെ പെരുമാറുന്നത്, എന്തിനാണ് അവരെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് പടച്ചോൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ ഉപദ്രവിച്ചിട്ടില്ല, അവർ അവരെ തന്നെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്ക് ആവശ്യമായ, ഇവിടെ കൃഷിയോടാണല്ലോ അള്ളാഹു ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് വിളവ് ലഭിക്കും. കൃഷിക്ക് ആവശ്യമില്ലാത്തതാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ, ഒരു നോർമൽ വായു സഞ്ചാരമുള്ള ഒന്ന് മാത്രമേ അതിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ചുടുകാറ്റാണ് അതിന് നൽകിയത് എങ്കിൽ, കുറച്ച് വളമിട്ടാൽ മതിയായിരുന്നു, പക്ഷെ നിങ്ങൾ ധാരാളമായിട്ട് വളമിട്ടു എങ്കിൽ, നിങ്ങൾ കൊടുക്കേണ്ടതല്ല അതിന് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അത് നശിക്കുകയാണ് ചെയ്യുക. ഇവിടെ പല ആയത്തുകളിൽ നമ്മൾ ധനത്തോടൊപ്പം സന്താനങ്ങളെയും അള്ളാഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, മക്കളും അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മക്കളുള്ള പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടും, അതിനുവേണ്ടി മാത്രമല്ല വളർത്തുന്നത്, പക്ഷേ ഉപകാരപ്പെടുമെന്നൊരു പ്രതീക്ഷ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാരൻസിനുണ്ടാകും, എല്ലാവരെക്കുറിച്ചും ഉണ്ടാകും. കാരണം അത് അവരുടെ സ്വപ്നമാണ് അല്ലേ. എനിക്ക് വയ്യാണ്ടായി കിടക്കുന്ന സമയത്ത്, രോഗക്കിടക്കയിലായിരിക്കുന്ന സമയത്ത്, രോഗിയായിരിക്കുന്ന സമയത്ത്, ഞാൻ ഭയങ്കരമായി സാമ്പത്തികമായി ഞെരുക്കി പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത്, മോനെ അല്ലെങ്കിൽ മോളെ എനിക്ക് പ്രയാസമുണ്ട്, നീ വരണം അല്ലേ, നീ എന്നെ ചികിത്സിക്കണം, എനിക്ക് വേണ്ടി നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നവരാണ് മക്കൾ. അതാണ് ഈ ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ പാരൻസിൻ്റെ സ്വപ്നം. മക്കളെന്ന് പറയുന്നത് അത്തരത്തിൽ കൂടി ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ധനത്തോടൊപ്പം അള്ളാഹു മക്കളെയും എണ്ണുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്,
നിങ്ങൾ മക്കളെ ഇങ്ങനെ വളർത്തി അവർക്ക് വേണ്ടി പണം ചിലവാക്കി അവരെക്കുറിച്ച് സ്വപ്നം കണ്ടു, അവരെ നിങ്ങളെ വളർത്തി വലുതാക്കി. പക്ഷേ ഈ മക്കളോ നിങ്ങളുടെ സമ്പത്തോ ഭയങ്കരമായി നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ സമ്പാദിച്ചു, നിങ്ങൾ ധനം ചെലവഴിച്ചു. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ലൻ തുഅനി അൻഹും അംവാലുഹും വല ഔലാദുഹും. നിങ്ങളുടെ ധനമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. കാരണം നിങ്ങളുടെ നിയ്യത്ത്, നിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ആമനു വ അമിലു സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്തവരും ഒഴികെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യൂ. വിശ്വസിക്കുമ്പോഴാണ് സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ വിശ്വസിക്കുക. അപ്പോഴാണ് ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുക എന്നർത്ഥം. അതില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന, അള്ളാഹു അല്ല എന്നെ സൃഷ്ടിച്ചത്, എനിക്കിത് തന്നത്, എൻ്റെ മക്കളെ എനിക്ക് തന്നത്, എൻ്റെ അനുഗ്രഹങ്ങൾ തന്നത് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറൊന്നുമില്ല. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു വെക്കുക. അതാണ് പടച്ചോൻ പറയുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ചില ആയത്തുകൾ നമുക്കിതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിനെതിരിൽ ഒരു തെളിവും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ നിങ്ങൾക്ക് ഓരോ സമൂഹത്തിനും സമുദായത്തിനും പ്രവാചകന്മാരെ കൊണ്ടു തന്നത്, നിയോഗിച്ചത്? കാരണം നിങ്ങളുടെ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോവരുത്, ഇതിലൂടെ സഞ്ചരിച്ചാലാണ് സ്വർഗം ലഭിക്കുക, ഇതിലൂടെ സഞ്ചരിച്ചാലാണ് നരകം ലഭിക്കുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാളില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു വിശുദ്ധ വേദഗ്രന്ഥമില്ലായിരുന്നുവെങ്കിൽ, എന്നിട്ട് നാളെ നിങ്ങൾ അള്ളാഹു ശിക്ഷിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും, എനിക്കറിയില്ലായിരുന്നു, എനിക്കതിനൊരു മാർഗവുമില്ലായിരുന്നു, എനിക്കാരും പറഞ്ഞു തന്നുമില്ല, ഞാനൊന്നും അറിഞ്ഞുമില്ല എന്നാണൊരു മനുഷ്യൻ പറയുന്നത് എങ്കിൽ, എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, എനിക്കെതിരെ നിങ്ങൾ തെളിവ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രവാചകന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രവാചകന്മാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കൂ. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകൾ അങ്ങനെയാണ്. പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലയോ? അല്ലാഹു ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മുബശ്ശിറാണ്, പ്രവാചകന്മാർ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. മുൻദിറാണ്, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന പ്രവാചകരെ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടില്ലയോ? പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ എന്ന് അല്ലാഹു മനുഷ്യരോട് ചോദിക്കുന്ന പല സന്ദർഭങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്വസ്റ്റ്യന് നമുക്ക് ഉത്തരം കിട്ടിയോ എന്നും ആലോചിച്ച് നോക്കുക. അപ്പോൾ അല്ലാഹു നീതിമാനാണ്. നീതിപൂർവം തൻ്റെ അടിമകളുടെ രക്ഷയും ശിക്ഷയെക്കുറിച്ചും വിധി പറയുന്നവനാണ് അല്ലാഹു. ഒരു മനുഷ്യരെയും അല്ലാഹു അന്യായമായിട്ട് ശിക്ഷിക്കുകയില്ല. അല്ലാഹു നീതിമാനാണ്. എന്നാൽ സത്യവിശ്വാസികളുടെയും സത്യനിഷേധികളുടെയും അന്ത്യഫലം ഒന്നായിരിക്കില്ല, അത് വ്യത്യസ്തമായിരിക്കും. അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് കൂടി ഞാൻ എന്നും പറയാറുണ്ട്, ഒരായത്ത് പറഞ്ഞ് അതിൻ്റെ മുമ്പും ശേഷമുള്ള ആയത്തൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. അതിലേക്ക് കണക്റ്റഡ് ആണ് പലതും. അതുകൊണ്ട് സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു അതിന് മുമ്പുള്ള ആയത്തിൽ പറയുന്നുണ്ട്, അവർ രാത്രിയിൽ ആരും കാണാതിരിക്കുന്ന സമയത്തും സുജൂദിൽ വീണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവരും മാത്രമായിരിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാകും. തസ്ബീഹും തഹ്ലീലും അല്ലേ, ആരും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അള്ളാഹുവും അവരുമായിട്ട് വലിയൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരും ഇവരും തമ്മിൽ വ്യത്യസ്തരാണ് എന്നാണ് അള്ളാഹു ഈ ഉപമയിലൂടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതൊരിക്കൽ കൂടി വായിക്കുക. അതിനെക്കുറിച്ച് നിങ്ങളുടേതായ ആലോചനയും ചിന്തയും പഠനവും ഉണ്ടാവണം. എന്നിട്ടത് ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഉപമകളൊക്കെയും ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ജീവിതത്തിൽ മാറ്റമുണ്ടാവണം, ചിന്തയിലും കാഴ്ചപ്പാടിലും മാറ്റമുണ്ടാവണം. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി സ്വദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.